ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ, ഇലക്ഷൻ കഴിഞ്ഞു, ഫലങ്ങൾ പുറത്തു വന്നു. പല മാറ്റങ്ങളും സംഭവിച്ചു. പക്ഷേ ഒരു കാര്യം മാറിയിട്ടില്ല: ജനങ്ങളുടെ പ്രതീക്ഷ. ജനങ്ങൾ ഇന്നും അതേ ശബ്ദത്തിൽ പറയുന്നു, ജയിച്ചാൽ മാത്രം പോരാ, ജയിച്ചവർ നന്നായി പ്രവർത്തിക്കണം. ഇതൊരു സാധാരണ വാക്കല്ല, ഇത് ഓരോ വോട്ടറിൻ്റെയും ഹൃദയത്തിൻ്റെ ശബ്ദമാണ്. അതുകൊണ്ട് വിജയിച്ച ജനപ്രതിനിധികളെ, ഇതൊരു വിജയം മാത്രമല്ല, ഒരു വലിയ ഉത്തരവാദിത്തമാണ്. നിങ്ങളുടെ ഓരോ തീരുമാനവും ജനങ്ങളുടെ ജീവിതത്തെ സ്പർശിക്കുന്നു. നിങ്ങളുടെ ഓരോ പ്രവൃത്തിയും നാടിൻ്റെ ഭാവിയെ നിർണയിക്കുന്നു. അതിനാൽ പദവി അധികാരത്തിനായി ഉപയോഗിക്കരുത്, ജനസേവനത്തിനായി ഉപയോഗിക്കുക. വാക്കുകൾ കൊണ്ടല്ല, പ്രവർത്തികൾ കൊണ്ട് തെളിയിക്കുക. വാഗ്ദാനങ്ങൾ കൊണ്ടല്ല, ഫലങ്ങൾ കൊണ്ട് സംസാരിക്കുക. അതുപോലെ ജനങ്ങളായി നമുക്കും ഒരു കടമയുണ്ട്. നമ്മൾ ജാഗരൂകരായ ജനങ്ങളാകണം. ശരിയായ കാര്യങ്ങൾക്ക് കയ്യടി കൊടുക്കണം. തെറ്റുകൾ ധൈര്യത്തോടെ ഇത് തെറ്റാണ് എന്ന് പറയണം. കാരണം ഒരു നല്ല നേതാവിനെ സൃഷ്ടിക്കുന്നത് നല്ല ജനങ്ങളാണ്. അവസാനമായി നമുക്കെല്ലാവർക്കും ഒരുമിച്ച് പറയാം, നമുക്ക് മാറ്റം വേണം, നല്ല മാറ്റം വേണം. അത് വാക്കുകളിലല്ല, പ്രവർത്തികളിൽ കാണണം. അതിനാൽ വിജയിച്ച ജനപ്രതിനിധികളോട് വിനയത്തോടെ ഒരു അഭ്യർത്ഥന: നമ്മുടെ നാട് കൂടുതൽ വികസിക്കണം. നമ്മുടെ യുവാക്കൾക്ക് കൂടുതൽ അവസരങ്ങൾ ലഭിക്കണം. നമ്മുടെ റോഡുകളും സൗകര്യങ്ങളും മെച്ചപ്പെടണം. അനീതിക്കും അഴിമതിക്കും ഇടമില്ലാത്ത ഒരു സമൂഹം രൂപപ്പെടണം. ഇതാണ് ഓരോ സാധാരണ പൗരന്റെയും ആഗ്രഹം. ഓർക്കാം ദൈവവചനം: അവരുടെ ഫലങ്ങൾ കൊണ്ട് നിങ്ങൾ അവരെ തിരിച്ചറിയും. മത്തായിയുടെ വിശുദ്ധ സുവിശേഷം 7-ാം അധ്യായം 16-ാം വാക്യം.